എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. 2024 വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ന്യൂ ഇയറിനോട് അനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആശ്വാസവാർത്ത എത്തിയിരിക്കുകയാണ്. 2025 ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യും. ഇതിനായി 850 കോടി രൂപ അനുവദിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ 2025 ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ കുടിശ്ശിക പെൻഷൻ വിവിധ ഘട്ടങ്ങളായി സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം വിതരണം ചെയ്തേക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ക്രിസ്മസ്, ന്യൂ ഇയറോട് അനുബന്ധിച്ച് വിതരണം പ്രഖ്യാപിച്ച ആദ്യഘട്ട പെൻഷൻ തുകയുടെ വിതരണം ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 27 ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകൾക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി ഇന്നു മുതൽ തുക എത്തിച്ചേരും. ജനുവരി മാസത്തിൽ തനത് പെൻഷൻ തുകയോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണം വിവിധ ഘട്ടങ്ങളായി ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗം ആളുകൾ കർശന പരിശോധനയുടെ ഭാഗമായി പുറത്താക്കപ്പെടുകയും ഇതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗിൻ്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന അനർഹരെ കണ്ടെത്തി പെൻഷൻ പുനഃക്രമീകരണം നടത്തുകയും ഇതിൻ്റെ ഭാഗമായി ക്രോഡീകരിച്ച ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും. പെൻഷൻ വിതരണം നടപടിക്രമങ്ങൾ പുനഃക്രമീകരണം ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് ഏറ്റവും പുതിയൊരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ പ്രകാരം പെൻഷൻ തുക സ്വീകരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ പെൻഷൻ തുക അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെത്തി ഇന്നു മുതൽ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.